നമസ്കാരം. ദി ഐഡം റിസാല അപ്ഡേറ്റ് ഇന്ററാക്ഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഈജിപ്തിലേക്കും ഗസയിലേക്കും പലസ്തീനിലേക്കും ഇസ്രായേലിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്ന അതീവ നിർണായകമായ അന്താരാഷ്ട്ര ഗതിവിഗതികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ. കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഗസയിലെ വെടിനിർത്തൽ പദ്ധതി, അത് ഒരേ സമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ഇവിടെ പലസ്തീനിൽ ഗസയിൽ ഹമാസിന്റെയും സ്വീകാര്യത നേടിക്കൊണ്ട് അത് ഏതാണ്ട് ഒരു മൂർത്തമായ വെടിനിർത്തലിലേക്കും ഇരുഭാഗത്തുമുള്ള തടവുകാരെ വിട്ടയക്കുന്നതിലേക്കുമൊക്കെ നീങ്ങും എന്ന പ്രതീക്ഷ നൽകിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ അന്താരാഷ്ട്ര കാര്യ വിദഗ്ധന്മാരിൽ ഏറ്റവും പ്രമുഖനായ അംബാസഡർ KP ഫാബിയനാണ് നമ്മോടൊപ്പം ഉള്ളത്. KP ഫാബിയൻ സാർ, ഈ ഇന്ററാക്ഷൻസിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞതുപോലെ വളരെ ശ്രദ്ധേയമായ സാർവദേശീയ കാര്യങ്ങൾ, രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം ഇസ്രായേലിൽ നിന്നും ഹമാസിൽ നിന്നും ഒരുപോലെ അതിന് ഏറ്റക്കുറച്ചിലൂടെയുള്ള അംഗീകാരം ലഭിച്ച ഒരു സാഹചര്യത്തിൽ ഇനി എങ്ങോട്ടാണ് ഈ സ്ഥിതിവിശേഷം, ഇപ്പോഴത്തെ ഈ പറഞ്ഞ ഈ സമാധാനത്തിന്റെ അല്ലെങ്കിൽ ഈ വെടിനിർത്തലിന്റെ ഈ അന്തരീക്ഷം എങ്ങോട്ടാണ് ഈ പ്രദേശത്തെ മൊത്തത്തിൽ നയിക്കാൻ പോകുന്നത് എന്നാണ് ആദ്യമായി ചോദിക്കാനുള്ളത്. പ്രസിഡന്റ് ട്രംപിന്റെ 20 പോയിന്റ് പ്ലാനിൽ ഫസ്റ്റ് ഫേസ് ആയിട്ട് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് വെടിനിർത്തൽ ഉണ്ടാകും ഉടനെ തന്നെ, അല്ലെങ്കിൽ 72 മണിക്കൂറുകൾക്കകം എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഹമാസ് എല്ലാ ഹോസ്റ്റേജസിനെയും, ലിവിങ് ആൻഡ് ഡെഡ്, വിട്ടുകൊടുക്കണം. അതിനുശേഷം ഇസ്രയേൽ പാലസ്റ്റീനിയൻസിന് അവര് എന്താ പറയുക, ഒരു 270 ആക്ടിവിസ്റ്റ് പാലസ്റ്റീനിയൻസിനെ തടങ്കലിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചിലർക്കൊക്കെ ഡെത്ത് സെന്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവരെയും പിന്നെ അതിൽ കൂടുതൽ വേറൊരു നമ്പറും കൊടുക്കുന്നുണ്ട്. ഇസ്രയേൽ പിടിച്ചെടുത്ത, യാതൊരു കാരണവുമില്ലാതെ പിടിച്ചെടുത്ത പലസ്തീൻസിനെ അവര് റിലീസ് ചെയ്യും എന്നാണ് നമ്മൾ ഇപ്പോൾ വിചാരിക്കുന്നത്. മിക്കവാറും പ്രസിഡന്റ് ട്രംപ് ഈ റിലീസിന്റെ സമയത്ത് അവിടെ എത്തും. അദ്ദേഹത്തിന് ഗാസയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിൻ്റെ സെക്യൂരിറ്റി സിറ്റുവേഷൻ അത് സമ്മതിക്കുമോ ഇല്ലെന്ന് നമുക്കറിയില്ല. എനിക്ക് തോന്നുന്നു സെക്യൂരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെ ഉപദ്രവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം സാധ്യതയുണ്ട്. പക്ഷെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫോട്ടോ മാക്സിമൈസ് ചെയ്യും ചെയ്ത് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പലസ്തീനിയൻസിനെ റിലീസ് ചെയ്യും. എന്നിട്ട് ഇസ്രയേൽ ഒരു ഇപ്പോൾ തന്നെ എഗ്രി ചെയ്തിരിക്കുന്ന ഒരു ലൈനിലേക്ക് ഇസ്രയേൽ സൈന്യം പിന്മാറും. ഇതാണ് ഫസ്റ്റ് ഫേസ്. ഈ ലൈനിനെ പറ്റി കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറയുന്നു സർ. ഈ ലൈൻ എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഏത് ലൈനിന്റെ പിറകിലേക്കാണ് ഇസ്രായേൽ പോകുന്നത് പറയപ്പെടുന്നുണ്ടല്ലോ. നമുക്ക് പൊതുവായിട്ട് അതിൻ്റെ വ്യക്തമായിട്ടുള്ള അറിവ് കിട്ടിയിട്ടില്ല. എന്നാലും മിക്കവാറും ഹമാസിന് അതിൻ്റെ അറിവ് കിട്ടിയിട്ടുണ്ടെന്ന് വേണം നമുക്ക് ഊഹിക്കാം. അല്ലെങ്കിൽ അവര് ഈ കരാറിൽ സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ അത് ആദ്യത്തെ പിൻവാങ്ങലാണ്, മനസ്സിലായില്ലേ? അത് കുറച്ചൊരു സിംബോളിക് ആണത്. അപ്പൊ അതാണ് ഫസ്റ്റ് ഫേസ്. അപ്പൊ ഈ ഫസ്റ്റ് ഫേസ് മിക്കവാറും നടപ്പിലാക്കാൻ വലിയ സാധ്യതയുണ്ട്. അപ്പോൾ അന്നേരം ഈ കൂട്ടക്കൊല തൽക്കാലം നിൽക്കും. അത് പരിപൂർണമായിട്ട് നിൽക്കുമോ ഇല്ലയോ എന്നുള്ള ചോദിച്ചാൽ അതിന് മറ്റ് ഫേസസും
അതായത് ഇസ്രയേൽ സൈന്യം പരിപൂർണമായിട്ട് ഗാസയിൽ നിന്ന് പിന്മാറണമെന്നാണ് ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ അവരൊരു ചെറിയ വിട്ടുവീഴ്ച അവിടെ കൊടുത്തേക്കാം, പക്ഷെ ഏതാണ്ട് പരിപൂർണമായിട്ട് പിൻവാങ്ങണമെന്ന് അവരാഗ്രഹിക്കുന്നത്. പിന്നെ ഹമാസിന്റെ നിരായുധീകരണം, ഡിസാമിനെ പറ്റി പറഞ്ഞാൽ ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഒരു പലസ്തീനിയൻ അതോറിറ്റിക്ക് അവര് ഡീകമ്മീഷൻ ചെയ്യാൻ അവരുടെ ആയുധങ്ങൾ കൊടുക്കാൻ അവർ തയ്യാറാണ്. അല്ലാതെ ട്രംപ് വിചാരിക്കുന്നത് പോലെ ടോണി ബ്ലെയർ നേതൃത്വത്തിൽ ഒരു 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 കമ്മിറ്റി ഉണ്ടാക്കുക, അവർ അന്താരാഷ്ട്രീയ ട്രാൻസിഷണൽ അതോറിറ്റി എന്ന് പറയും, ഇന്റർനാഷണൽ. അപ്പൊ അവർക്ക് ഹമാസ് ആയുധങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഹമാസ് ഇതുവരെ സമ്മതിച്ചിട്ടില്ല. പിന്നെ വേറൊന്ന് മനസ്സിലാക്കാനുള്ളത്, ഹമാസ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോസ്റ്റേജിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്, മുഴുവൻ ഹോസ്റ്റേജിനെയും വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഇസ്രായേൽ പരിപൂർണമായിട്ടും ഗാസയിൽ നിന്ന് പിന്മാറണം. അത് ഇതുവരെ നെതന്യാഹു സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോ ഒരു സാധ്യതയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫസ്റ്റ് ഫേസ് ഉണ്ടാവും. അതിനുശേഷം നെതന്യാഹു എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുകയില്ല. കാരണം അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ, അദ്ദേഹത്തിന്റെ മഖ്വേലിയൻ മനസ്ഥിതി നോക്കിയാൽ, അദ്ദേഹത്തിന്റെ ഗ്രേറ്റർ ഇസ്രയേൽ പ്രോജക്റ്റിനോടുള്ള പ്രതിപത്തി നോക്കിയാൽ, അദ്ദേഹം ഇത് സിൻസിയറായിട്ട് ഇതിന് അഡ്ഹിയർ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ, അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നേരിടേണ്ട ഒരാളാണ്. അപ്പോ ആ ആഭ്യന്തര സിറ്റുവേഷൻ, പ്രത്യേകിച്ചും ഈ ഹോസ്റ്റേജസിനെ തടങ്കലിൽ വെച്ചിട്ടുള്ള ആൾക്കാരെ, ഇസ്രേലി പൗരന്മാരെ വിട്ടുകിട്ടാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ആ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ കൂടുതലാണെന്നും തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വലിയ തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും ഒക്കെയുള്ള വിലയിരുത്തലുകൾ അന്താരാഷ്ട്ര നിരീക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. അപ്പം ആ ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴത്തെ ഈ സമീപനത്തിന് എത്തിക്കാൻ വേണ്ടി നെതന്യാഹുവിനെ നിർബന്ധിച്ചിട്ടുണ്ടാവുമോ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആഭ്യന്തര എന്താ പറയുക സിറ്റുവേഷൻ. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്രസിഡന്റ് ട്രംപിന്റെ സമ്മർദ്ദമാണ്. ഇത് മനസ്സിലാക്കാനുള്ളത്, നേരത്തെ പ്രസിഡന്റ് ബൈഡൻ ഒരു ഒരു ഫോർമുല കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇസ്രയേൽ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നെതന്യാഹു കുറച്ച് ആഴ്ചകൾക്ക് ശേഷം അത് ബ്രേക്ക് ചെയ്തു. നെതന്യാഹുവിന്റെ മന്ത്രിസഭ നേതൃത്വം ഈ ഫാർ റൈറ്റ്, അങ്ങേയറ്റം സയണിസ്റ്റ് ആയിട്ടുള്ളവരുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഈ മന്ത്രിസഭ രൂപീകരിക്കാൻ സാധിച്ചത്. അപ്പൊ അവരാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു കണക്കിൽ പറഞ്ഞാൽ ഈ ഒക്ടോബർ 7 തന്നെ ഉണ്ടാവാൻ ഒരു കാരണം അവരാണ്. കാരണം അവര് അൽ-അക്സ എന്ന് പറഞ്ഞ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിശുദ്ധമായ മോസ്കാണല്ലോ. അവിടെ ഈ ഫാർ റൈറ്റ് സയണിസ്റ്റ് പോയി പലസ്തീൻസിനെ പ്രൊവോക്ക് ചെയ്യാനും ഇൻസൾട്ട് ചെയ്യാനും തുടങ്ങി. അത് കാരണമാണ് നെതന്യാഹു കുറച്ച് സൈന്യങ്ങളെ ഗാസ അതിർത്തിയിൽ നിന്ന് മാറ്റിയിട്ട് അൽ-അക്സയിലേക്ക്, വെസ്റ്റ് ബാങ്കിലേക്ക് അയച്ചത്. അപ്പൊ വാഷിങ്ടൺ പോസ്റ്റ് പറഞ്ഞു, നെതന്യാഹു വെസ്റ്റ് അവന്യൂലേക്ക് വെസ്റ്റ് ബാങ്കിലേക്ക് സൈന്യങ്ങളെ മാറ്റി ഹമാസ് ഗാസയിൽ ആക്രമിച്ചു ഇല്ലേ. അതുകൊണ്ട് ഈ ആഭ്യന്തര പ്രശ്നമുണ്ട്. പക്ഷെ എന്നാലും നെതന്യാഹു വിചാരിക്കുന്നത് എലക്ഷൻ ഉണ്ടായാൽ അദ്ദേഹം പറയും, ഒക്ടോബർ 7 തെറ്റുപറ്റി ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ അതിനുശേഷം എന്തൊക്കെ വിജയങ്ങളാണ് ഇസ്രയേലിന് ഉണ്ടായിട്ടുള്ളത്, നമ്മള് അവിടെ ലെബനനില്
അവർ അടിച്ചമർത്തി, സിറിയയിൽ അടിച്ചമർത്തി, ഇറാനെ അണുവായുധം ഉണ്ടാക്കുന്നതിന് അത് നിർത്തിച്ചു. അങ്ങനെ ഒരുപാട് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹെസ്ബുള്ളയെ തീർത്തു. അതുകൊണ്ട് എനിക്ക് ഒരു കാലാവധിയും കൂടി, ഒരു അടുത്ത 4-5 കൊല്ലം കൂടി എനിക്ക് ഭരിക്കണം. എന്നാൽ മാത്രമേ ഗ്രേറ്റർ ഇസ്രയേൽ എന്നുള്ള പ്രോജക്റ്റ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. തന്നെയുമല്ല, അദ്ദേഹം വെസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അനക്സേഷൻ വെർച്വൽ ഓർ ഫോർമൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അതിനെപ്പറ്റി ട്രംപ് പ്ലാൻ ഒന്നും പറയുന്നില്ല. അതിനെപ്പറ്റി ഈ 8 രാജ്യങ്ങളും ട്രംപിന്റെ അടുത്ത് പോയവര് ചോദിച്ചു അത്രേ. പക്ഷെ ട്രംപ് പറഞ്ഞു അത് ഞാൻ പിന്നെ അതിനെപ്പറ്റി പറയാന്ന് പറഞ്ഞു. അതങ്ങോട്ട് സൈഡ് ലൈൻ ചെയ്തു. അപ്പൊ ഈ വെസ്റ്റ് ബാങ്കിലെ പ്ലാൻസ് ജയിക്കുവാണെങ്കിൽ അതിന്റെ അർത്ഥം ഒരു പലസ്തീനിയൻ സ്റ്റേറ്റ് ഉണ്ടാവാൻ പോകുന്നില്ല, ഉണ്ടാവില്ല എന്ന് നെതന്യാഹു വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ എഗ്രിമെന്റ് സൈൻ പലസ്തീനിയൻ സ്റ്റേറ്റ് ഉണ്ടാവില്ല എന്നാണ് സാർ പറഞ്ഞത്. പലസ്തീനിയൻ സ്റ്റേറ്റ് ഉണ്ടാവില്ല എന്നാണ് എന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്, കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് എന്റെ അഭിപ്രായത്തിൽ എന്തോ പറയൂ. അപ്പൊ നമ്മൾ ഈ പറയുന്ന രണ്ട് രാഷ്ട്രങ്ങൾ, ഇസ്രായേലും പലസ്തീനും സഹവർത്തിത്വത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും അതിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും. തന്നെയുമല്ല, ഈ 20 പോയിന്റ് പ്ലാനിൽ പറയുന്നത് എന്താണ്? ഹമാസ് എന്താ പറയാ, ഹമാസ് ഷുഡ് സീസ് ടു എക്സിസ്റ്റ്. അവര് പൊളിറ്റിക്കൽ ലൈഫ് പാടില്ല, മിലിറ്ററി ലൈഫ് പാടില്ല, ഒന്നും പാടില്ല. ആയുധങ്ങൾ കൊടുക്കുന്ന ഹമാസുകാർക്ക് മാത്രമേ ഗാസയിൽ താമസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊരു ഈ പലസ്തീനകത്തുള്ള പ്രശ്നങ്ങൾ, ഇപ്പൊ പലസ്തീൻ അതോറിറ്റി, ഹമാസ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിലുള്ള പ്രശ്നമുണ്ടല്ലോ പലസ്തീനകത്ത്. ആ പ്രശ്നവും ഒരു സജീവമായി നിൽക്കുകയാണ്. അപ്പം ഇതില് എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് ഒരു സമീപനം സ്വീകരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ സർ? തീർച്ചയായിട്ടും. ഹമാസ് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, അവര് ഈ ഇസ്രേലി സൈന്യം പിൻവലിക്കുകയാണെങ്കിൽ അവർക്ക് ഗാസയുടെ ഭരണത്തിൽ യാതൊരു പങ്കും അവരാഗ്രഹിക്കുന്നില്ല എന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്താണ് സർ ഇതിന്റെ ഒരു ആകത്തുക എന്താണ്? ഇതിപ്പോ നമ്മള് രണ്ട് രാഷ്ട്രങ്ങളിലേക്ക് ഇപ്പൊ ആർക്കൂടെ ഒരു വെടിനിർത്തൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ അതിലൊരു വിശാലമായ രാഷ്ട്രീയ പരിഹാരത്തിലേക്ക് നമ്മൾ പോകുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അപ്പൊ ആണ് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെടിനിർത്തൽ, ഹോസ്റ്റേജ് റിലീസ്, ഇസ്രേലി സൈന്യത്തിന്റെ ഒരു സിംബോളിക് പിന്മാറ്റം, പിന്നെ കുറച്ച് പലസ്തീനിയൻസിനെ റിലീസ് ചെയ്യുക. പിന്നെ വേറെ എന്നുള്ളത്, ഇംഗ്ലീഷിൽ എല്ലാവരും ഹോസ്റ്റേജ് എന്ന് പറയും. അതേസമയത്ത് തന്നെ 200 കൂടുതൽ ഹോസ്റ്റേജിനെയാണ് ഹമാസ് എടുത്തുകൊണ്ട് പോയത്. ഇസ്രയേൽ അതിനുശേഷം അതിന്റെ 10 ഇരട്ടി പലസ്തീനിയൻസിനെ തടങ്കലിൽ വെച്ചിട്ടുണ്ട്. അവരെ നമ്മൾ ഹോസ്റ്റേജസ് എന്ന് വിളിക്കണം, അത് ചെയ്യില്ല. നമ്മുടെ മാധ്യമങ്ങളുടെ പ്രത്യേക മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പാണ്, അല്ലേ? അത് തന്നെ കൺഫ്യൂഷ്യസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ശരിയായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. തീർച്ചയായും. അപ്പൊ നമുക്കിപ്പോ ട്രംപിന് ഒരു നോബൽ സമ്മാനത്തിന്റെ ഒരു വലിയ തള്ളു അദ്ദേഹം നടത്തുന്നുണ്ടല്ലോ. നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പൊ അടുത്ത ആഴ്ച അതിന്റെ തീരുമാനമാകും. അടുത്ത ആഴ്ച, ഈ ആഴ്ച, ഈ വെള്ളിയാഴ്ചക്കകം അതിന്റെ തീരുമാനമാകുമെന്നും അതില് ഒരു അവസാന തള്ളു കിട്ടാൻ വേണ്ടിയിട്ടാണ്, അവസാനത്തെ ഒരു ഫൈനൽ ലഞ്ച് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ ഈ പ്രശ്ന പരിഹാരത്തിൽ അല്ലെങ്കിൽ ഈ വെടിനിർത്തലിന് വേണ്ടി ട്രംപ് ഇത്രയും കൂടുതൽ അധ്വാനിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിലയിരുത്തലുമുണ്ട്.
അത് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്തായാലും ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. കാരണം ഇത് നോർവേയിലാണല്ലോ ഇതിൻ്റെയൊക്കെ സംഗതി നടക്കുന്നത്. യൂറോപ്യൻസിന് ട്രംപിന് ഇഷ്ടമല്ല. എന്നാലും ഈ ഹോസ്റ്റേജിനെ വിട്ടുകൊടുക്കുക, വെടിനിർത്തൽ, ഈ കൂട്ടക്കൊല അവസാനിപ്പിക്കുക താൽക്കാലികമായിട്ടെങ്കിലും ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ അതിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: അദ്ദേഹത്തിന് ഈ സമ്മാനം കിട്ടുന്നില്ലെങ്കിൽ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് താഴോട്ട് പോകും. സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ആ ഇൻട്രസ്റ്റ് കാണും, അതിനുശേഷം ആ ഇൻട്രസ്റ്റ് പിന്നെയും വിടും. ഓക്കെ. അപ്പൊ നമ്മൾ എന്താണ് സാർ ഇപ്പൊ ഈ ഗസയിലെ ജനങ്ങൾക്കും പലസ്തീനിലെ മനുഷ്യർക്കും പലസ്തീനിലെ ഭരണ സംവിധാനത്തിനും അതുപോലെ ഈ പൊതുവിൽ ഈ പശ്ചിമേഷ്യയിൽ മുഴുവൻ നമ്മൾ എന്താണ് സാർ പ്രതീക്ഷിക്കേണ്ടത്? എന്താണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഇപ്പൊ ഈ വെടിനിർത്തം സംഭവിക്കാൻ പോകുന്നതൊക്കെ ആയിരിക്കും, എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ നോക്കിക്കാണേണ്ടത്? രണ്ട് മൂന്ന് സിനാരിയോസ് ഉണ്ട്. ഒരു സിനാരിയോ എല്ലാം വിചാരിച്ചതുപോലെ എഴുതി വച്ചിരിക്കുന്ന പോലെ പോകും. അങ്ങനെയാണെങ്കിൽ ബ്ലെയറിന്റെ നേതൃത്വത്തിൽ, ടോണി ബ്ലെയറിനെ ഓർക്കുന്നുണ്ടല്ലോ? ടോണി ബ്ലെയർ അതെ, ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനത് ഫ്രണ്ട് ലൈനിന് വേണ്ടിയിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നത് ഇത് ടോണി ബ്ലെയർ അല്ല, ടോറി ബ്ലെയർ ആണ്. അദ്ദേഹം ശരിക്കും ലേബർ ആയിരുന്നില്ല, അദ്ദേഹം ടോറി ആയിരുന്നു. തന്നെയുമല്ല, ഈ മിഡിൽ ഈസ്റ്റ് ആംവോയ് ആയിട്ട് അദ്ദേഹം ഒരു 7-8 കൊല്ലം പ്രവർത്തിച്ചിട്ടുണ്ട്, പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം. അന്നേരം ഈ ഒരു ഇസ്രയേൽ പാലസ്റ്റൈൻ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു, ഒരു പാലസ്റ്റൈൻ സ്റ്റേറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ മിഷൻ. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ഒരു കാര്യം സംഭവിച്ചു, രണ്ട് കാര്യം സംഭവിച്ചു. ഒന്ന്, അദ്ദേഹം ഒരുപാട് പൈസ ഉണ്ടാക്കി. അദ്ദേഹത്തിന് ഒരു ഫാമിലി ബിസിനസ് ഉണ്ട്. അപ്പൊ UAEയും സൗദി അറേബ്യയുമായിട്ടും നല്ല ബന്ധങ്ങളുണ്ട്. അതൊന്ന്. രണ്ടാമത്, ആരബ് സ്പ്രിംഗ് ഓർക്കുന്നുണ്ടല്ലോ? അപ്പൊ ആരബ് സ്പ്രിംഗ് വന്നപ്പോ ഈജിപ്തില് ആദ്യമായിട്ട് ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് പ്രസിഡന്റ് വന്നു, മോർസി ഇല്ലേ? ആ മോർസിയെ നീക്കാനായിട്ട് പലരും ഗൂഢാലോചന ചെയ്തു. അതിൽ ഒരു പ്രമുഖനാണ് ടോണി ബ്ലെയർ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഒട്ടും നല്ലതല്ല. പിന്നെ ആ രീതിയിൽ മുന്നോട്ട് പോയ ബ്ലെയറിന്റെ സാന്നിധ്യം നല്ലതല്ല. പക്ഷെ എന്നാലും ഈ എഴുതി വെച്ചതുപോലെ നടക്കുകയാണെങ്കിൽ ബ്ലെയറിന്റെ സാന്നിധ്യം ഉണ്ടാവും. അപ്പൊ അത് എങ്ങോട്ടാണ് സാർ? അത് അവസാനം ചെന്നെത്തുക എങ്ങോട്ടാണ്? അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 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 മൾട്ടിനാഷണൽ സേനയുടെ പ്രസൻസ് വേണം അവിടെ. അപ്പോൾ സൗദി അറേബ്യയും UAEയും മിക്കവാറും എൻ്റെ നിഗമനത്തിൽ പാകിസ്ഥാനും അതിലുണ്ടാവും. അപ്പൊ പാകിസ്ഥാൻ അവിടെ ഉണ്ടെങ്കിൽ ഡൽഹിയിൽ വലിയ തലവേദനയാവും. മനസ്സിലായോ? അപ്പോ അതൊന്നും. അപ്പോ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വെസ്റ്റ് ബാങ്കിൽ നടക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പോ ഗാസയിൽ പിന്നെ ഒരു റീകൺസ്ട്രക്ഷൻ തുടങ്ങും. ആരാ ഈ അതിന് പൈസ ചെലവാക്കാൻ പോകുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ അത് ഇസ്രയേലും അമേരിക്കയുമാണ് കൊടുക്കേണ്ടത്, ധാർമ്മികമായിട്ട് നോക്കിയാൽ. പക്ഷേ അവർ ഒരു പൈസയും കൂടി കൊടുക്കില്ല. അവർ UAE കൊണ്ടും സൗദി അറേബ്യ കൊണ്ടും ഒക്കെ അത് ചെലവാക്കിപ്പിക്കും. മനസ്സിലായില്ലേ? പക്ഷേ അമേരിക്കൻ കമ്പനീസിന് കോൺട്രാക്ട് കൊടുക്കേണ്ടി വരും. ട്രംപിന്റെ ഫാമിലി ബിസിനസിനും കോൺട്രാക്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അതൊരു സിനാരിയോ. രണ്ടാമത്തെ സിനാരിയോ, ഈ ഫസ്റ്റ് ഫേസിന് ശേഷം നെതന്യാഹു, അദ്ദേഹം വളരെ മഖ്യവീലിയൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം വളരെ ഇൻസിൻസിയർ ആണ്, വളരെ ക്ലെവറുമാണ്. അദ്ദേഹം ഈ ചില ഗാസക്കാരെ കൊണ്ട് ഇസ്രയേൽ സൈന്യത്തിനെതിരായിട്ട് 1-2 ആക്രമണങ്ങൾ സംഘടിപ്പിക്കും. അപ്പോ പറയും
ഇസ്രയേൽ സൈന്യത്തിന് പിന്മാറാൻ പറ്റില്ല. അപ്പോ ഓക്കെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞാൽ ഇതെല്ലാം തീർന്നു. അത് കഴിഞ്ഞിട്ട് സൗകര്യം പോലെ നെതന്യാഹു അദ്ദേഹത്തിന്റെ ഗ്രേറ്റർ ഇസ്രയേൽ പ്രോജക്റ്റ് തുടങ്ങും. അതായത് ഗാസയിൽ പിന്നെയും കൂട്ടക്കൊല തുടങ്ങും. ഓക്കെ അപ്പോ വിചാരിക്കുന്നത് ഒരു നിവൃത്തിയില്ലെങ്കിൽ എന്താ പറയുക, ഈജിപ്റ്റ് കുറച്ച് പേരെ എടുക്കും. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഗെറ്റ് റിഡ് ഓഫ് ദ പാലസ്റ്റീനിയൻസ് ബൈ മീൻസ് ഫെയർ ഓർ ഫൗൾ, ഫൗളർ ദ ബെറ്റർ. അതാണ് അദ്ദേഹം ആലോചിക്കുന്നത്. താങ്കൾ ഓർക്കുന്നുണ്ടാകുമല്ലോ ഗോൾഡ മേയർ ഒരിക്കൽ പറയുന്നത്, ലാൻഡ് ഫോർ എ പീപ്പിൾ വിതൗട്ട് ലാൻഡ്, a land without people for a people without land. Land for a people, land without people for a people for a without. people without. Yeah, എന്ന് പറഞ്ഞാൽ പലസ്തീനിയൻസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ആകത്തുക പരിശോധിക്കുമ്പോൾ ഒരു സ്ഥായിയായിട്ടുള്ള സൊല്യൂഷനിലേക്കല്ല നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തൽക്കാലത്തേക്ക് ഒരു ഇടക്കാല ആശ്വാസം എന്ന് മാത്രം പറയാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗസയുടെയും പലസ്തീന്റെയും ഒക്കെ ഭാവി ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്നല്ലേ സർ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ സമയമുണ്ടെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിൽ പല സ്ഥലത്തും ഒരുപാട് ഡെമോൺസ്ട്രേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ലണ്ടനിലും മെൽബണിലും പാരീസിലും ജപ്പാനിലും പല സ്ഥലത്തും. അപ്പൊ ലണ്ടനിലെ കിങ്സ് കോളേജിൽ, വളരെ പ്രസിദ്ധമായ കിങ്സ് കോളേജിൽ ആ വിദ്യാർത്ഥികൾ എന്താ പറഞ്ഞത്? ഇസ്രയേൽ ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റ് ആണ് എന്നവർ പറഞ്ഞു. മെൽബണിൽ എന്താണ് അവർ പറഞ്ഞത്? ഡു ഇറ്റ് അഗെയിൻ. അവർ പറയുവാണ് ഹമാസിനോട് ഒന്നും കൂടി ചെയ്യാനായിട്ട്. പിന്നെ ഇന്ത്യയിൽ വല്ല ഡെമോൺസ്ട്രേഷൻ ഉണ്ടായോ? ഞാൻ ഇന്ത്യൻ മാധ്യമങ്ങൾ വായിച്ചിട്ട് കണ്ടില്ല. പക്ഷേ ടൈംസ് ഓഫ് ഇസ്രയേലിൽ ഞാൻ വായിച്ചു, കൽക്കട്ടയിൽ ഒരു വലിയ ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് അവരൊരു ട്രംപിന്റെയും നെതന്യാഹുവിന്റെ ഒരു ജോയിന്റ് എഫിജി അവർ ബേൺ ചെയ്തു. അപ്പൊ കേരളത്തിൽ വലിയ എന്തോ കേരളത്തിലും വലിയ പക്ഷെ അത് ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ അത്ര കാര്യമായിട്ട് വന്നില്ല. തന്നെയുമല്ല, നമ്മൾക്ക് വസുദൈവ കുടുംബകം നമ്മൾ പറയും, ലോകമെല്ലാം ഒരു കുടുംബം. പക്ഷെ അത് നമ്മളിത് മെക്കാനിക്കലായിട്ട് പറയുവാണ്, നമ്മളത് മീൻ ചെയ്യുന്നില്ല. ഇന്ത്യയുടെ ഈ മൊത്തം ഈ പ്രശ്നത്തിൽ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള സമീപനത്തെ പറ്റിയിട്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. വലിയ പ്രശ്നങ്ങൾ അന്താരാഷ്ട്ര നിരീക്ഷകർക്കിടയിലുണ്ട്. പലസ്തീൻ തുറന്നു പറയാൻ പറ്റില്ലെങ്കിലും അന്താരാഷ്ട്ര നിരീക്ഷകർക്കിടയിൽ ആ വലിയ പ്രശ്നങ്ങളുണ്ട്. നിലപാടുകൾ വേണ്ട രീതിയിൽ, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സർക്കാരിന്റെ കീഴിലുള്ള നടപടികൾ പലസ്തീനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ഒരു സമീപനമല്ല എന്നുള്ള കാര്യം ലോകം മുഴുവൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. തീർച്ചയായിട്ടും. തന്നെയുമല്ല, ഇന്ത്യയിൽ പലരും പലസ്തീൻ എംബസിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, സാമ്പത്തികമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങും. അപ്പോൾ എംബസി പ്രോട്ടോകോൾ അനുസരിച്ച് MEA മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനോട് അനുവാദം ചോദിച്ചു. MEA മറുപടി പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം അനുവാദം കൊടുക്കുന്നില്ല. എന്തുകൊണ്ട് പാലസ്തീനു വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് എന്തുകൊണ്ട് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്നില്ല? ഇത്തരത്തിലുള്ള വലിയ വലിയ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോ ഈ ഒരു വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഈ ട്രംപിന്റെ പദ്ധതി മുന്നോട്ട് പോയിരിക്കുന്നത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറഞ്ഞെങ്കിലും അത്ര വലിയ ആശാവഹമായ ഒരു സുവിശേഷമല്ല. ഒരു ഇടക്കാല ആശ്വാസം മാത്രമാണ് ഇതിന് കിട്ടുന്നത് എന്നാണ് അംബാസിഡർ KP ഫാബിയൻ അദ്ദേഹത്തിന്റെ വലിയ അനുഭവജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് പറയുന്നത്. തീർച്ചയായും അംബാസിഡറുമായുള്ള നമ്മുടെ സംഭാഷണം ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ നമ്മൾ ഇനിയും തുടരുന്നതാണ്. വളരെ നന്ദി സർ, ഇത്രയും സമയം നമ്മളോട് ചെലവഴിച്ചത്.